എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള 2 സൂപ്പർ സ്നാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരാനും നമ്മളിത് പിന്നീട് മുറിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള ചിക്കൻ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നുപോയിട്ടുള്ളൊരു കാര്യം, ഞാനിവിടെ കോക്കനട്ട് ഓയിൽ അല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണേ. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങാനീരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ അടി പിടിക്കും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോളയാണ്. അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ്, അതും ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പച്ചക്കറികൾ ആഡ് ചെയ്യുന്നതെല്ലാം ഒന്ന് വാടിയാൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഒറിഗാനോയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കുന്നത് പിസ്സയുടെ അതേ ടേസ്റ്റിലാണ്. നമ്മൾ പിസ്സ റോളാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിഗാനോ എന്തായാലും ഇട്ട് കൊടുക്കണം, അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിട്ടാലാണ് നമുക്ക് പിസ്സയുടെ ആ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണമെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടൊന്നുമില്ല, എല്ലാം ചെറുതായിട്ടൊന്ന് വാടിയ ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പിസ്സ സോസും ചീസും ഒലീവ്സും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ ഓരോ ബ്രെഡും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പരത്തണം, എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ തിന്നാക്കി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ നല്ല ബ്രെഡ് അല്ലെങ്കിൽ ഇതുപോലെ പരത്തുമ്പോൾ ഇങ്ങനെ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രെഡ് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രെഡ് ആയിരിക്കണം. ഇനി പരത്തിയ ബ്രെഡിലേക്ക് നമ്മൾ പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ പിസ്സ സോസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഫില്ലിങ് തയ്യാറാക്കിയതൊന്ന് ഒരു സ്പൂണൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഫില്ലിങ് മാത്രമായാലും അതിന് പിസ്സയുടെ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1-2-3 ഒലീവ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ ചെഡാർ ചീസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മൊസറല്ലയോ ചെഡാറോ ഏത് വേണമെങ്കിലും ചീസും കൂടെ കൂടുതൽ ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പം ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ഭാഗമൊക്കെ തുറന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അവിടെ അടഞ്ഞിരുന്നോളും. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ വെള്ളം തൊട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ റോൾ ഇവിടെ നമ്മൾ റോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ബ്രെഡ് കൊണ്ടായതുകൊണ്ട് അധികം പണിയൊന്നുമില്ല, ഫില്ലിങ് മാത്രം തയ്യാറാക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ സോസ് തയ്യാറാക്കിയാലും കുറച്ച് നാൾ വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ ഇതിന് പിസ്സയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇങ്ങനെ റോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ 2 മുട്ട അടിച്ചതും
പിന്നെ ബ്രെഡ് ക്രംസും ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസിന് ഈ ബ്രെഡിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ തന്നെ ഒന്ന് ചേർത്ത് മിക്സിയിൽ അടിച്ചാൽ മതിയാകും. അപ്പോൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് ട്യൂണ തോരൻ വെച്ചിട്ടാണ്. ട്യൂണ തോരൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണുക. അതിന് ഞാൻ ഇതുപോലെ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞ് കളയണം. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ ഒരു പച്ചച്ചോവ പോലെ വരും. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് 1 സ്പൂണോളം ട്യൂണത്തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്യൂണത്തോരൻ നമ്മൾ ക്യാനിലൊക്കെ കിട്ടുന്ന ട്യൂണയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയ തോരനായിരുന്നു. നല്ലൊരു ടേസ്റ്റാണ് ആ ട്യൂണത്തോരനുള്ളത്. അത് ഇതുപോലെ നന്നായിട്ട് വെച്ച് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോളാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, നന്നായിട്ട് വരാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മളത് മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നന്നായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള പിസ്സ റോൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടുക. എണ്ണയിൽ മുങ്ങിയാണ് കിടക്കുന്നത്, അപ്പോൾ അത്രയും തിരിച്ചും മറിച്ചും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയത് കാരണം പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെക്കുക. അതിനുശേഷം നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ബോൾസായിട്ട് തയ്യാറാക്കിയതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ വീഡിയോ കാണാനും സാധിക്കും. അപ്പോൾ ഇതും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.